എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഈ വടയുടെ കേസ് പറഞ്ഞപ്പോഴാണ് രേണു സുധിയോട് ആരോ ചോദിച്ചപ്പോൾ എൻ്റെ വട ചെറുതല്ലേ എന്നുള്ള കാര്യം പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ, രേണു സുധിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയും, നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. ടോട്ടലി ഇത് വളരെ വലിയൊരു പാവം. ഇപ്പം രേണുസുതി എന്ന് പറയുന്നതിനെ അവർ ജീവിക്കട്ടെ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ജീവിക്കട്ടെ. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ഇവർക്ക് എന്ത് റൈറ്റാണ് ആ സ്ത്രീയെ ഓന്തിനെ പോലെ ഇരിക്കുന്നു, പല്ല് പൊങ്ങിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു പറയാൻ ഇവരാരാണ്? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ 2 ദിവസമായ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം ഗ്യാപ്പിന് ശേഷം വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളുടെ കമൻറ്റ് ബോക്സുകളിലെല്ലാം മൂപ്പൻ്റെ രേണു സുധിയുടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താ നിങ്ങൾ മിണ്ടാത്തത്, നിങ്ങളെന്താ സംസാരിക്കാത്തത്, നിങ്ങളെന്താ ന്യായീകരിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കമൻറ്റ്സ്. നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളൊരിക്കലും അപമാനിക്കുക കളിയാക്കുക ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങളെന്നും ഞാൻ അത് ചെയ്യരുതെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. അപ്പം ആ ഒരു വിഷയങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനകത്ത് നിങ്ങൾ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ ന്യായമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഒരു സൈഡിൽ കൂടെ നോക്കാം. നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണം, അത് അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരാളെ ഇങ്ങനെ പൂർണ്ണമായിട്ട് പറഞ്ഞ് എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്തതിൻ്റെ കാരണം ഞാൻ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പെർഫെക്റ്റ് അല്ല. ഓക്കെ, ഞാൻ അത്രത്തോളം മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ജഡ്ജ് ചെയ്ത് നിങ്ങളിങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ആരുമല്ല എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ. അപ്പം മഞ്ജു പത്രോസിൻ്റെ വിഷയം ഇത് കണ്ട സമയത്ത് ഞാൻ പിന്നെ ഇത് കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടതിന് ശേഷം അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ലായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ്റെ അടുത്ത് തന്നെ ഞാനത് വാങ്ങി നമ്മുടെ കാണാം ആദ്യം ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിന് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എക്സാക്ട്ലി. ഇവിടെ ആറ്റുകാൽ പൊങ്കാല വിഷയം വന്ന സമയത്ത് ഒരുപാട് പേര് ഓൺലൈൻ മീഡിയാസിനെ അഗെയിൻസ്റ്റ് പറഞ്ഞു. ഞാൻ ആ സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ പല തിരക്കുകളിലായിരുന്നു. വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയുടെ വിഷയമല്ല, മറ്റുള്ള പൊതുസ്ഥലങ്ങളിൽ, പൊതു ഇടങ്ങളിൽ വെച്ചിട്ട് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് വിചാരിക്കാം. അതായത് ക്യാമറ കണ്ണുകൾ, അവരുടെ രഹസ്യമായിട്ടുള്ള, അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അവർ ചിലപ്പോൾ തുണി മാറ്റുന്നതോ കുനിഞ്ഞു നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ എവിടെയെങ്കിലും കാണുന്ന വിടവുകളും അവരുടെ പൊക്കളും അവരുടെ മറ്റേ ബാക്ക് സൈഡും മറ്റ് പല സാധനങ്ങളും ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ക്യാമറ കണ്ണുകളെ കുറ്റം പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ പല കാര്യങ്ങളും പ്ലാൻഡ് ആണെന്നുള്ള കാര്യം? അതായത് പല സെലിബ്രിറ്റീസും വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ PR അഥവാ സിനിമ പ്രൊമോഷൻസ്, മറ്റ് പ്രൊമോഷൻസ്, മറിച്ച് പ്രൊമോഷൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇവരുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടി PR അവരെ തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ആൾക്കാരെ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസിനെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വരും, ഞാൻ അവിടെ പോകും. അല്ലാതെ പിന്നെ ഇവർ മറ്റേ അവിടെ ഇവിടെയും പോകുന്ന സംഭവം എങ്ങനെയാണ്? ഇവർ ഗണിച്ചറിയുന്നതാണോ? അല്ല, വിളിച്ച് പറഞ്ഞിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വിഭിന്നമൊന്നുമല്ല. പലരും എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇവരാരും കേസ് കൊടുത്തിട്ടില്ല? തനിക്കെതിരെ തൻ്റെ ശരീരഭാഗങ്ങൾ തൻ്റെ സമ്മതമില്ലാതെ ഇങ്ങനെയൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരാൾ കേസ് കൊടുക്കുന്നില്ല? അവിടെ വലിയ ചോദ്യമില്ലേ? അങ്ങനെ ആരും കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിൽക്കില്ലേ? അപ്പോൾ അവരാരും കേസ് കൊടുക്കാത്തത് എന്താ? അങ്ങനെ ആരുടെയും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു പ്രിമൈസസിൻ്റെ അകത്ത് കയറിപ്പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ല ഈ രാജ്യത്ത്. അപ്പം അങ്ങനെ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഇവർക്കൊക്കെ ഈ കിട്ടുന്ന ആ ഒരു എന്ത് തരത്തിലുള്ള ഫെയിമും ഇവർക്ക് അങ്ങോട്ട് പലരും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ അവർ ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കണം, എങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. അല്ല ചുമ്മാ വന്നിട്ട് ബ്ലാ ബ്ലാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഇവിടെ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഓൺലൈൻ മീഡിയാസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനായിക്കോട്ടെ, ഇപ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് ഏതുവരെ ആവാമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ എനിക്കത് പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ആ ഒരു തരത്തിലുള്ള ആളായിരിക്കണം.
ഇപ്പം മറ്റേ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് മാധ്യമങ്ങളുടെ അടുത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ പുള്ളിക്കാരുടെ അടുത്ത് തള്ളിച്ചേറി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റ് പല സ്ഥലങ്ങളിലും പല ആൾക്കാരോടും നമുക്ക് ഇടിച്ചു കയറി പോകാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അവരുടെ അടുത്ത് അതുവരെ പറ്റത്തുള്ളൂ, നമുക്കറിയാം. എന്നാൽ ചില ആൾക്കാരുടെ അടുത്ത് അങ്ങനെയല്ല, നമുക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം. സോഷ്യൽ മീഡിയക്കകത്ത് താരങ്ങൾ ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാർ പേര് പറയണ്ടല്ലോ. അപ്പോൾ ഇതൊരു ന്യായമായ കാര്യമാണ്. ബാക്കി കേൾക്കാം. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തനും കൊടുക്കരുത്. അതാണായാലും പെണ്ണായാലും. ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാഗിൽ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പ്രസ്തുത വീഡിയോ ഞാനും കണ്ടതാണ്. ആ ഒരു ലേഡി എന്ന് പറയുന്ന അവരും അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും പോകുന്നത്, അവരുടെ പല ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് വളരെ എക്സ്പോസ് ചെയ്ത് തന്നെ അത് കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അത് ഒരു അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യമായിട്ടൊന്നുമില്ല. ഇവർ എന്ത് കാര്യവും അവരെ ഈ ക്യാമറകൾ ഒപ്പിയെടുക്കണമെന്നുള്ള ലാഘവത്തോടെ ലക്ഷ്യത്തോടുകൂടി നിൽക്കുന്നതാണ്. എന്തോ അതിനകത്തൊരു പബ്ലിസിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. സംഭവം ഇതുള്ള കാര്യമാണ്. ഇത് നല്ല വണ്ടിയാണല്ലോ എന്ന് ചോദിച്ചു. കാരണം കാണുന്നത് ബാക്ക് സൈഡാണ് കാണുന്നത്, പെണ്ണുങ്ങളുടെ ബാക്ക് സൈഡാണ്. പോട്ടെ, ഞാൻ അത് കൂടുതൽ കിടക്കുന്നില്ല, വാക്കുകളൊക്കെ ഉണ്ട്, പറയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ കൊച്ചു പിള്ളേരും കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സാധനങ്ങൾ പലരും കാണിച്ചു കൊടുത്ത് അതിനെ കൊണ്ട് റീച്ച് ഉണ്ടാക്കുന്നവരുണ്ട്. മനസ്സിലാവുന്നില്ലേ? കുട്ടി ചിരിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അതിന് മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? മഞ്ജു പത്രോസ് സ്വന്തമായിട്ട് രചിച്ചിട്ടുള്ള കാര്യം ബ്ലാക്ക് ഈസ് എന്ന് പറയുന്ന പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ബ്ലാക്ക് ഈസ് എന്ന് പറയുന്ന അവരുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് പോയി നോക്കി നോക്കുക. അവരുടെ റീസെൻ്റ് ആയിട്ട് വന്ന 2 ഷോർട്ട് ഫിലിംസ് ഉണ്ട്, കണ്ടു നോക്കി നോക്കുക. ഒന്നും പറയാനില്ല. അവരുടെ അഭിനയത്തിനെ കുറിച്ച് മാർക്കിടാൻ ഞാൻ ആളെയല്ല. പക്ഷേ അവരുടെ ആ ഒരു രചന, ഞാൻ അവരുടെ അടുത്ത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു, ഈ രചന നിങ്ങൾ തന്നെയാണ് ഒരു പുസ്തകം എഴുതണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാ പറഞ്ഞ പുള്ളിക്കാരത്തെ പണ്ട് ബിഗ് ബോസിൻ്റെ നടക്കുന്ന സമയങ്ങളിൽ ഞാൻ വളരെയധികം ശക്തമായ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് കാരണം അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തിരുത്തിയ ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻകാലങ്ങളിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ പറയുന്നില്ലേ രേണു സുധിയെക്കുറിച്ച് എന്താ മൂപ്പനൊന്നും പറയാത്തതെന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും പല ചിന്തകളുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ അത്രയൊന്നും, അഥവാ ഞാൻ ഈ പല ആൾക്കാരെയും ഈ പല സാഹചര്യങ്ങളിലും പലവരെയും റിയാക്ഷൻ കണ്ടന്റ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ട് അലക്കിയിട്ടുള്ളതിൻ്റെ അത്രയൊന്നും ഇന്ന് പോലും പല യൂട്യൂബ് ചാനലിൽ പല റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര മാത്രം ടോക്സിസിറ്റിയുടെ പീക്കായിരുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ അത് ഒരു കാലത്ത് അങ്ങനെ ചെയ്തതിൽ നിന്ന് തിരിച്ചു വരിക, അത് ശരിയല്ലല്ലോ. ആ ഒരു പോക്കൊട്ട് ശരിയല്ല എന്ന് പലരുടെ വിമർശനങ്ങളും പല കാരണങ്ങളും കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഇരിക്കുന്ന രീതി സംസാരിക്കുന്നത്. ഭാഷയിലേക്ക് എത്തിയതിൻ്റെ പിന്നിലുള്ള കാരണം ഞാൻ മാറിയിട്ടൊന്നുമില്ല, എൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ ഞാൻ നിയന്ത്രിക്കുന്നത് ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പം പിന്നെ എന്തിനാണ് എന്നുള്ളൊരു കാരണമാണ്. എന്നെ തുടക്കത്തിൽ കാണുന്നവർക്കറിയാം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. തുടക്കത്തിലുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. മൂപ്പൻ എന്തുകൊണ്ട് മാറി? മൂപ്പൻ നന്മ മരമാണോ എന്ന് വെച്ചാൽ ഒരു നന്മ മരമല്ല. റിയൽ ലൈഫിൽ ഞാൻ അത്ര മാത്രം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുമില്ല. അച്ഛനമ്മ എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഈ വടയുടെ കേസ് പറഞ്ഞപ്പോഴാണ് രേണു സുധിയോട് ആരോ ചോദിച്ചപ്പോൾ എൻ്റെ വട ചെറുതല്ലേ എന്നുള്ള കാര്യം പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് തെറ്റാണ്. ഇവിടെ രേണു സുധിയോട് ഞാൻ വിയോജിക്കുന്നത് ഈ ഒരു കാര്യം, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കാരണം എൻ്റെ വട ചെറുതല്ലേ എന്നൊക്കെ പറയുന്നത്. ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അഥവാ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ ഒരു വിധവ, അവർ സമൂഹത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം,
അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തണം, അവരാരും സഹായിക്കാനില്ല, ഒറ്റയാൾ പോരാട്ടത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് ഹെയ്റ്റ് സമൂഹത്തിലുണ്ട്, എന്നാൽ ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ മുന്നോട്ട് കടന്നു പോകുന്ന ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി തൻ്റെ കുഞ്ഞുമകൻ വളർന്നു വരുന്നു. നാളെ ഫ്യൂച്ചറിൽ ആ കുട്ടിക്ക് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാർ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിത പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം. അത് വളരെയധികം നിഷ്കളങ്കമായിട്ട് ചിലപ്പോൾ തമാശ രൂപത്തിൽ പറയുന്ന കാര്യമായിരിക്കാം. അതിനകത്ത് വലിയൊരു അട്രോസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാം. പക്ഷേ എങ്കിലും സമൂഹത്തിൻ്റെ കണ്ണിലേക്ക്, സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മളൊരു വിഷയത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വ്യക്തി, അവർക്ക് അത്രയും ഫാൻ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഹേറ്റേഴ്സോ എന്തോ ആയിക്കോട്ടെ, എന്തായാലും അവരെന്ത് ചെയ്താലും സമൂഹം അറിയും. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് രേണുസുധിയുടെ ഇപ്പം ആ ഒരു സ്വന്തം ശരീരത്തിൻ്റെ അവയവത്തിനെ കുറിച്ച് മറ്റൊരാൾക്ക് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ള കാര്യം അങ്ങേയറ്റം മോശകരമായ കാര്യമാണ്. അത് രേണു ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം മോശമാണ്. ഞാനൊരു വീഡിയോ കണ്ടു, ഒരിടത്ത് ഇരിക്കുന്നു, ആരോ ഒന്ന് ചോദിക്കുന്നു എന്തോ വടയെക്കുറിച്ചിട്ടുള്ള സംഭവം, എന്തപ്പോൾ എൻ്റെ വട ചെറുതല്ലെന്ന്, അങ്ങനെ എന്തോ സംതിങ് ആണ്. സോ ഇത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പലതരത്തിലുണ്ടാകും. പക്ഷേ അവർക്ക് വീണ്ടും കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ വളരെ വിമർശനാത്മകമായിട്ട് ഉന്നയിക്കുന്നു. ആരോഗ്യപരമായിട്ട് അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. വളരെ മാന്യമായ ഭാഷയിലാണ് ഇതും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മുടെ രേണു പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താണ് നോക്കാം. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ, രേണുസുധിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയും, നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയും. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. ടോട്ടലി ഇത് വളരെ വലിയൊരു സത്യമാണ്. അതായത് രേണുവിനെ മാത്രം ഓർത്തുകൊണ്ട് ഡെയിലി രാവിലെ ഉറക്കമെണീക്കുക, സോഷ്യൽ മീഡിയക്കകത്ത് പരതുക, അതിനകത്ത് ഈ പുള്ളിക്കാരത്ത് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ അങ്ങ് ആവേശത്തോടുകൂടി നിങ്ങൾ അവർ കമൻറ്റ് ചെയ്ത് ദേഷ്യത്തോടുകൂടി അങ്ങ് ദേഷ്യം തീർക്കുക, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ എന്തെങ്കിലും കാണുന്ന സമയത്ത് വീണ്ടും ആ ഫ്രസ്ട്രേഷൻ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ അങ്ങ് പൂരത്തെറി വിളിച്ച് തീർക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഒരു നല്ല കാര്യം അവർക്ക് സമയത്ത്. ഒരു സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ അവർക്ക് ഗുണമാണ്. അവർക്കത് ഗുണം മാത്രമല്ല, അവരത് പോപ്പുലർ ആക്കിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവരുടെ പേര് കൂടുതൽ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് രാജേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഈ മഞ്ജു പത്രോസിൻ്റെ ക്ലിപ്പ് ഞാൻ വാങ്ങുന്നത്. രാജേട്ടന് ഈ രേണുസുധിയോടുള്ള അഭിപ്രായം ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും, എൻ്റെ നേരെ ഓപ്പോസിറ്റ് വിപരീത അഭിപ്രായമായിരിക്കും എന്ന് കരുതിയിട്ട് രാജേട്ടൻ ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല, ചേട്ടാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അതുപോലെ എന്നോട് പറയുന്നില്ല എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളങ്ങനെ പറയാറില്ല, കാരണം നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കാർക്ക് രേണുവിനോട് പ്രത്യക്ഷത്തിൽ വെറുപ്പില്ല. രാജേട്ടനായിക്കോട്ടെ, മറ്റുള്ള കോണ്ടന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ പല ആൾക്കാർക്കും ഇവരോട് യാതൊരു വെറുപ്പുമില്ല. നിരവധി ആൾക്കാർ നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് കാണാനുള്ള ഒരു വ്യൂവേഴ്സ്, ഒരു കൂട്ടം ആൾക്കാർ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളിപ്പം ഗ്യാസ് ആഗോള പ്രശ്നമായിട്ട് ഇസ്രായേൽ റഷ്യ, നമ്മൾ പല സമയങ്ങളിൽ ഇസ്രായേൽ റഷ്യ അല്ല, ഇസ്രായേലും നമ്മുടെ ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് മറ്റവൻ്റെ മറ്റതൊട്ട് മറിച്ചുകൊണ്ട് അങ്ങോട്ട് വാണം വിടും ഇങ്ങോട്ട് വാണം വിടും, ഏത് മറ്റേ അണവായുധം അങ്ങോട്ട് വിടും ഇങ്ങോട്ട് വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാർ ഇറാനെ സപ്പോർട്ട് ചെയ്യും, ചിലത് മതപരമായി സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആരും ചിന്തിക്കാത്തൊരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എറണാകുളത്തുള്ള പല ഹോട്ടലുകളിൽ ഫുഡില്ല, അഥവാ അടച്ചിട്ടേക്കുവാണ്, കാരണം ഗ്യാസ് ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല, എന്നൊന്നും പറയത്തില്ല എന്ന് പറയുമ്പോഴും നമ്മളാരും ഇടപെട്ടില്ലെങ്കിലും ഈ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇനി വില കൂടാൻ വേണ്ടിയിട്ട് പോകുന്നു, പൂഴ്ത്തിവെപ്പ് കൂടാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളെല്ലാവരും ഇനി നമ്മൾ അനുഭവിക്കാത്തതിൻ്റെ അങ്ങേയറ്റം ഈ വരുന്ന ഒരു വർഷത്തിൻ്റെ അകത്ത് നമ്മൾ വിലക്കയറ്റത്തിൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഇതിനകത്തൊക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യം ഇവിടെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഇപ്പം രേണുസുധിയെക്കുറിച്ചിട്ട് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം, അതുപോലെ തന്നെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാം. രാജേട്ടൻ്റെ അഭിപ്രായത്തിന് ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിന് സ്വതന്ത്രമായിട്ട് പറയാൻ നിങ്ങൾ അതിന് അംഗീകരിക്കേണ്ട. പക്ഷേ ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് എൻ്റെ ഒപ്പീനിയനായിട്ടത് മാത്രം അങ്ങ് എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ ആഗോള പ്രശ്നങ്ങളായിട്ടുള്ള ഈ ഒരു യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്താൽ ഒറ്റ മനുഷ്യന്മാരും കാണാൻ പോകുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രബുദ്ധത അഭിനയിക്കുന്ന മലയാളികൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്പർ 1 ആണെന്നൊക്കെ പറയുകയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും, എന്നാൽ ഈ ഗോസിപ്പ് പോലുള്ള കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായിട്ട് ആസ്വദിക്കുകയും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഫേക്ക് കമൻറ്റിലൂടെ തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ അഭിനവ മലയാളികൾ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നല്ല കോണ്ടന്റുകൾ പല ക്രിയേറ്റേഴ്സും ചെയ്യാതെ ഇതിലോട്ടൊക്കെ തന്നെ കൂപ്പുകുത്തി വീഴുന്നതിൻ്റെ കാരണം മറ്റ് നല്ല കണ്ടന്റുകൾ കാണുന്നതിന് പകരം ഇതുപോലുള്ള സാധനങ്ങൾ കാണാനാണ് ആൾക്കാരുടെ നിര എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ പല റിയാക്ഷൻ ചാനൽസും അവരിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ കാരണവും ഇത് കാണാനുള്ള ഒരു കൂട്ടം ആൾക്കാർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ രേണുസുധി പോപ്പുലറായിട്ട് ടോപ്പിൽ നിൽക്കും എന്നുള്ളൊരു കാര്യം
നമ്മൾ മറക്കാൻ പാടില്ല. ഇതേ മഞ്ജു പത്രോസ് തന്നെ കുറച്ച് നാളിന് മുമ്പ് ഈ രേണുസുതിയെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ കാണാം. പാവം ഇപ്പം ആ രേണുസുതി എന്ന് പറയുന്നതിനെ അവർ ജീവിക്കട്ടെ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ജീവിക്കട്ടെ. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ഇവർക്ക് എന്ത് റൈറ്റാണ് ആ സ്ത്രീയെ ഓന്തിനെ പോലെ ഇരിക്കുന്നു, പല്ല് പൊങ്ങിയിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു പറയാൻ? ഇവരാരാണ്? ഈ മാർക്കിടാൻ ഇവരാരെ ഏൽപ്പിച്ചു? അതുകൊണ്ട് ആ സ്ത്രീക്ക് എന്തുണ്ടായി? അവർ നിറയെ വർക്കുകൾ ഇത് സമാധാനമായിട്ട് നടക്കുന്നു. ഇവർ ചിത്രീകരിക്കുന്നതോറും പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ആണുങ്ങളോ കയറി പോവേ ഉള്ളൂ. നമുക്ക് ഇവർക്കത് ശരിക്കും നമ്മളെ വളർത്തുന്നത് ഇവരാ, പാവങ്ങള്. അവര് നമ്മളെ താത്തിക്കെട്ടാൻ പക്ഷെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇവര് തെറി വിളിച്ചവരെല്ലാവരും മേളിൽ കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും തെറി വിളിക്കും, നമ്മള് ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകട്ടെ. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതായി. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പം ആ ഒരു വീഡിയോയ്ക്കകത്ത് മഞ്ജു പത്രോസ് പറയുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത്, വനിതാ ദിനത്തിലെ വീഡിയോയ്ക്കകത്ത് രേണുസുതിയുടെ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് അത് പർട്ടിക്കുലർ മറ്റാരും പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. എന്തായാലും രേണുവിൻ്റെ ഭാഗത്ത് ആ ഒരു വീഡിയോ അങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുമുണ്ട്. എങ്കിലും രേണുസുതിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഇവിടെ അവർ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു, മറ്റതിൻ്റെ അകത്ത് പേര് പറയാതെയാണ് പറഞ്ഞത്. എന്നാൽ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കണം എന്നുള്ള കാര്യവും പറയുന്നു. സോ ആത്യന്തികമായിട്ട് ഗൈസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വെറുപ്പ് ഉണ്ടാവേണ്ടത് ആരോടൊക്കെയാണ്? നമുക്ക് ശരിക്കും വെറുപ്പുണ്ടാവേണ്ടതും നമുക്ക് ശരിക്കും സഹതാപം അല്ലെങ്കിൽ സഹാനുഭൂതി, മനുഷ്യത്വം ഒക്കെ ഉണ്ടാവേണ്ട ആരുടെ നമുക്ക് ചില കാറ്റഗറൈസ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന പല പ്രവണതകളോടാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളുടെ വെറുപ്പ് നിങ്ങളുടെ ഉള്ളിൽ കൂടുന്നുവെങ്കിൽ അത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ വെറുപ്പ് മറ്റൊരാളെക്കുറിച്ച് വെറുപ്പ് നിങ്ങളുടെ ഉള്ളിൽ കൂടുമെങ്കിൽ തലച്ചോറിനെ ബാധിക്കും, നിങ്ങളുടെ ഹാർട്ടിനെ ബാധിക്കും, നിങ്ങളുടെ ഇന്നർ പീസിനെ ബാധിക്കും, നിങ്ങളുടെ സമാധാനത്തിനെ ബാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതോ ഒരാൾ അയാൾ എന്തോ കാണിച്ചുകൊണ്ട് പോട്ടെ, ആ കാണിക്കുന്ന കാരണത്താൽ നിങ്ങൾക്ക് ആദി വ്യാധി, പെയിൻ, ഫ്രസ്ട്രേഷൻ, ടെൻഷൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങളെ മാത്രമേ അത് ബാധിക്കൂ. അവരെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കൈക്കുള്ളിലില്ല. ഇതാ ഈ സാധനം മാറ്റി വെച്ചാൽ അതവിടെ കഴിഞ്ഞു. അവരത് ബാധിക്കൂ. അവർ മനഃപൂർവ്വം ഇട്ട് തരുന്നതായിരിക്കാം. അതിനകത്ത് നിങ്ങൾ ചെന്ന് വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എരുതിയിലേക്ക് അല്ലെങ്കിൽ വീഴുന്ന ചില ഈയാൻ പാറ്റകളെ പോലെ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആരാ വിജയിക്കുന്നത്? അവരാണ് വിജയിക്കുന്നത്. നിങ്ങളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നു, വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അതിനൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾ മൈൻഡ് ചെയ്യായിരുന്നു നോക്ക്. നിങ്ങൾ അത്തരം സംഭവങ്ങൾ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ച് നോക്ക്. കുറച്ച് കാലത്തിന് മുമ്പ് ഞാൻ സ്ഥിരം കാണുന്ന ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. ആ മൂവിയുടെ പല കാര്യങ്ങളും എനിക്ക് നിരന്തരം കയറി വരുന്നു. അത് കാണുമ്പോൾ പിന്നെ രാത്രി ഭയങ്കര അത് കണ്ടിട്ട് ടെൻഷനാണ്. കാരണം കാണുന്നത് ഹൊററും സൈക്കോ ലെവലുള്ള മൂവീസും ഭയങ്കരമായിട്ടുള്ള ചില ഭീകരമായിട്ടുള്ള സിനിമകളൊക്കെയാണ്. കാരണം നമ്മൾ ആരും പേടിച്ചു പോകുന്ന തരത്തിലുള്ള സിനിമകൾ കാണാൻ മാത്രമാണ് എനിക്കിഷ്ടം. സോ ഇത് കണ്ടിട്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവും. സോ അത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഫീൽ ഗുഡും അതുപോലെ തന്നെ കോമഡി പോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സാധനം വരുമ്പോൾ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് കാരണം ഞാൻ എൻ്റെ ആരോഗ്യത്തിന് എൻ്റെ മനസമാധാനത്തിനും കളഞ്ഞ് ഞാൻ ഇതിൻ്റെ കാര്യം പുറകെ പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഒരാളുടെ പുറകെ മാത്രം ഇങ്ങനെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഈ കമൻറ്റ് ബോക്സിനകത്ത് വരാൻ സാധ്യതയുള്ളത് മൂപ്പൻ വന്ന് മറ്റത് XOR Y. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഈ മഞ്ജു പത്രോസ് എന്ന് പറയുന്ന സ്ത്രീ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെക്കുറിച്ച് അന്ന് ഇങ്ങനെ വിമർശിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് ഞാൻ എന്തുമാത്രം ഇങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാര്യം, 41ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്ന ഒരാളാണെന്നുള്ളത്. 41 വയസ്സാവുന്നു അല്ലേ? 41, അതെ, 85 ഞാൻ ജനിച്ചത്. അപ്പം ഈ പ്രായത്തിലെത്തി ഞാൻ ഇനി മാറണ്ടേ? 2 മക്കൾ താഴെ വളർന്നു വരുന്നുണ്ട്, അവരിത് കാണില്ലേ? അപ്പോൾ ഒരു ചെറിയൊരു മിതത്വം വേണ്ടേ? പിന്നെ ഒരു ജോലിയുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നിയന്ത്രണവുമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഗൈസ്. അല്ലാതെ ഞാനെന്നുള്ള വ്യക്തി റിയൽ ലൈഫിൽ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ മറ്റു പലർക്കുമാണ്. അവർക്കറിയാം എന്നെ. നിങ്ങൾ ഈ നന്മപരമായിട്ട് തന്നെ മാറ്റണ്ട. കാരണം ഞാൻ നന്മപരമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെർഫെക്റ്റ് അല്ല എന്നറിയുന്ന ഒരേ ഒരാൾ ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സരസമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെ കണ്ടാൽ മതി ആൾക്കാർ എൻ്റെ കോണ്ടന്റ് എന്നുള്ള രീതിക്കാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ രേണുസുതിയോടുള്ള നിങ്ങളുടെ വെറുപ്പ് നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കാണത് ബാധിക്കുന്നത്, അവരെ അല്ല. പിന്നെ മറ്റൊരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആണോ? നമുക്ക് മറ്റൊരാളെ വിലയിരുത്താനും അയാളെ കുറ്റപ്പെടുത്താനും അയാൾ പൂർണ്ണമായിട്ട് ഇങ്ങനെയാണെന്ന് പറയാനുള്ള അധികാരമുണ്ടോ? ഇനി അയാൾ ചെയ്ത തെറ്റ് വലിയ മാരകമായിട്ടുള്ള പാതകം സമൂഹത്തിന് തെറ്റായ രീതിയിൽ ദിശാബോധം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അഡ്രസ്സ് ചെയ്യണം. അതിനകത്ത് ഈ പറഞ്ഞ കാര്യം പരാമർശം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല.
ഞാൻ അതുകൊണ്ട് തന്നെ അത് വിമർശനാത്മകമായിട്ട് തന്നെ കാണുന്നു. രേണുവിനോട് ഞാൻ യോജിക്കുന്നുമില്ല അക്കാര്യത്തിൽ. അതർവൈസ് അവരുടെ ജീവിക്കാനുള്ള അവകാശം, അധികാരം, അവരുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ സ്വാതന്ത്ര്യമായിട്ട് വിഹരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒരിക്കലും അവർ തെറ്റ് പറയാനും ഞാൻ ആളല്ല. ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് മൈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വിമർശിക്കേണ്ട എന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ലെറ്റ്സ് അപ്പ് ടു യു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ഗൈസ്, ബൈ.